നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ല. അവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ബാലു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിനായി കെ രാധാകൃഷ്ണൻ MP ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിന് മുന്നിൽ ഹാജരായില്ല. അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ EDയോട് സാവകാശം തേടി MP. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. കുളം സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉത്സവബലി ആഘോഷിച്ചു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പള്ളിവേട്ട നാളെ നടക്കും. തിരുവമ്പാടി ക്ഷേത്രോത്സവം ഇന്ന് ആഘോഷിക്കുന്നു. നടുവിലാലിൽ നിന്ന് 5 ആനകളോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് തിരുവമ്പാടി രമേശ് മാരാർ നയിക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDF തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF പ്രവർത്തകർ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. LDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമായാണെന്ന് സുപ്രീം കോടതി. കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവ് പാലക്കാട് നെന്മാറയിൽ കുളത്തിൽ മുങ്ങി മരിച്ചു. അഴീക്കോട് കൊട്ടിങ്ങൽ കാണിച്ചായി മോഹനൻ മകൻ കണ്ണനാണ് മരിച്ചത്. ആലത്തൂർ വെള്ളൂർ പ്രദേശത്ത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ലഭിച്ച ഭൂമിയിൽ വർഷങ്ങളായി താമസിക്കുന്നവരുടെ പട്ടയങ്ങൾ റദ്ദു ചെയ്യാനുള്ള പരാതിക്കെതിരെ ഭൂസംരക്ഷണ സമിതി പ്രതിഷേധം സംഘടിപ്പിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് സമരം ഉദ്ഘാടനം ചെയ്തു. രാത്രിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി തടയണിലൂടെ സഞ്ചരിച്ച കാർ പുഴയിലേക്ക് വീണ് മലപ്പുറം സ്വദേശികളായ 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊണ്ടായി തിരുവില്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് തടയണയിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 13ാം വാർഡ് ഇനി മുതൽ മാലിന്യമുക്ത വാർഡ്. വാർഡ് കൌൺസിലർ PN വിനയചന്ദ്രൻ മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനം നടത്തി. വേലൂർ പഞ്ചായത്ത് 12ാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനാൽ BJPയുടെ പ്രതിഷേധം. ബൂത്ത് പ്രസിഡന്റ് മനോജ് പെരുവഴിങ്ങാട്ട്, ജനറൽ സെക്രട്ടറി രാജീവ് അമ്പക്കാട്ട്, വിജയൻ നെല്ലിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ കടങ്ങോട് മണ്ടംപറമ്പ് സമഗ്ര വികസനം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മാങ്ങാട് അക്ഷരമുറ്റം വായനശാലയുടെ നേതൃത്വത്തിൽ തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച മാരത്തോണിൽ 2 മണിക്കൂർ കൊണ്ട് 21 കിലോമീറ്റർ ഓടിയെത്തിയ മാങ്ങാട് സ്വദേശി TS രാജനെ ആദരിച്ചു. പ്രസിഡന്റ് ബിജു വർഗീസ് ആദരണം നിർവഹിച്ചു. തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണോത്ത് GM LP സ്കൂളിൽ നടന്ന പഠനോത്സവം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു. അരിമ്പൂർ കിഴക്കേ പരക്കാട് ബാലസമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർമാരായ പ്രിൻസ് ഈപ്പൻ, ജിതിൻ, PRO C ചന്ദ്രൻ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ചേലക്കര എളനാട് ഇഫ്താർ സൗഹൃദ സംഗമം നടന്നു. ജമാഅത്ത ഇസ്ലാമി ഹിത്ത് എളനാട് ഏരിയ പ്രസിഡന്റ് CV ഷാജി അധ്യക്ഷത വഹിച്ചു. വായനശാലകളുടെ ആധുനികവൽക്കരണവും ഡിജിറ്റലൈസേഷനും ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ 12 വായനശാലകൾക്ക് കമ്പ്യൂട്ടറും പ്രിന്ററും വിതരണം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു.
വലപ്പാട് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കാട്ടൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത ഉദ്ഘാടനം ചെയ്തു. വാഴാനി രുതിരമാല വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറ വെള്ളാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ മോഹൻജി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുറ്റേക്കര കൈപ്പറമ്പ് പഞ്ചായത്ത് 4-ാം വാർഡിലെ രാജീവ് ഗാന്ധി കൊള്ളനൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ ലിറ്റി ഷിജു അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ അംഗ സമശ്വാസ നിധി ചികിത്സാ സഹായ വിതരണം നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത ചികിത്സാ സഹായം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് നെപ്സിയാൻ ഫറവോന ദേവാലയത്തിൽ ലഹരിക്കെതിരെ ദീപം തെളിച്ച് പ്രതിജ്ഞയെടുത്തു. ദേവാലയ അങ്കണത്തിൽ നടന്ന ലഹരി വിരുദ്ധ സംഗമം ഫറവോന വികാരി ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കൺവെൻഷൻ ഈ മാസം 20-ന് പുഴയ്ക്കലിൽ നടക്കും. മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. തന്ത്രി അണിമംഗലത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. 25-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി മണലൂർ ഏരിയ പഠന ക്യാമ്പ് CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷനായി. ജാതി വിവേചനത്തിനും അയിത്താചരണത്തിനുമെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിലേക്ക് ബുധനാഴ്ച മാർച്ച് സംഘടിപ്പിക്കും. സാംസ്കാരിക പ്രവർത്തകൻ TR രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ച് കേരളത്തിൽ നിന്നുള്ള പ്രഥമ മഹാമണ്ഡലേശ്വറായി അവരോധിക്കപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതിക്ക് ബുധനാഴ്ച തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് സ്വീകരണം നൽകും. വൈകിട്ട് 5-ന് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മേളവാദ്യങ്ങളോടെ ഘോഷയാത്രയെ സ്വാമിയെ സ്വീകരിച്ച് ആനയിക്കും. പൊതുസ്ഥലത്ത് താൽക്കാലിക പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ കഴിയാതെ പ്രതിസന്ധിയെ തുടർന്ന് ആർട്ടിസ്റ്റുകളും അനുബന്ധ തൊഴിലാളികളും സമരരംഗത്തേക്ക്. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഈ മാസം 23-ന് ധർണ നടത്തും. കമ്പിവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഈസ്റ്റ് കോമ്പാറ സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ ഷെരീഫ്, ചാലാമ്പാടം സ്വദേശി വിളക്കനാടൻ വീട്ടിൽ സോണി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ആം ആദ്മി പാർട്ടിയുടെ ജില്ലാതല ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂരിൽ റാലി സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ റാലി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. BA എക്കണോമിക്സ് 1-ാം വർഷ വിദ്യാർത്ഥിനി അന്ന ഏഞ്ചലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃക്കൂർ പഞ്ചായത്തിലെ ആശാ വർക്കർമാർ കല്ലൂർ പാലക്കപ്പറമ്പ് സെന്ററിൽ ഉപവാസ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ മോർ ഓസ്താസ്തിയോസ് ലീബ ബാവായുടെ 95ാമത് ഓർമ്മ പെരുന്നാളും വചനപ്രഘോഷണവും ഈ മാസം 19 മുതൽ 23 വരെ നടക്കും. 16-ന് കൊടിയേറ്റവും വിളംബര റാലിയും നടക്കും. തിരുവിലാമല CPI ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടന്നു. CPIയുടെ മുതിർന്ന നേതാവ് ആൻഡ്രൂസ് തിരുവിലാമല ചുങ്കം സെന്ററിൽ പതാക ഉയർത്തി.
ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ശാസ്ത്ര ഗണിതോത്സവം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.